കൂടുമറന്ന കിളികൾ. ആളൊഴിഞ്ഞ കാടുപിടിച്ച പറമ്പിലെ വലിയൊരു മരത്തിൽ ചാരിയിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു. മുഷിഞ്ഞു തുടങ്ങിയ വേഷവും നരകയറി തുടങ്ങിയ നീണ്ടു വളർന്ന താടിയും മുടിയും അയാൾ ഏതോ ഭിക്ഷക്കാരനുമായി സാമ്യം തോന്നിച്ചു. പെട്ടെന്ന് മരച്ചിലകൾക്കിടയിൽ നിന്നും ഒരു പക്ഷിക്കുഞ്ഞ് താഴേക്ക് ഊർന്നു വീണ് അയാളുടെ മടിയിൽ പതിച്ചു. അയാൾ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു നോക്കി. കുഞ്ഞി ചിറകിലോട്ടടിച്ച് വെപ്രാളം കൂട്ടുന്ന ഒരു കുഞ്ഞിക്കിളി തൻ്റെ മടിയിൽ. മയക്കത്തിൻ്റെ ആലസ്യം വിട്ട് അയാൾ ആ കുഞ്ഞിക്കിളിയെ കയ്യിലെടുത്തു. അതപ്പോഴും ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നു. അയാളുടെ നോട്ടം മരച്ചില്ലകളിലേക്ക് നീണ്ടു. തനിക്ക് നേരെ മുകളിലായി ഒരു പക്ഷിക്കൂട്. ഒരുപക്ഷെ കൂട്ടിൽ നിന്ന് എങ്ങനെയോ താഴേക്ക് വീണുപോയതാകാം. അയാളുടെ ശ്രദ്ധ വീണ്ടും പക്ഷിക്കുഞ്ഞിലേക്ക് തിരിഞ്ഞു. തൂവലുകൾ മുളച്ചു തുടങ്ങുന്നതേയുള്ളൂ. നല്ല മിനുസമുള്ള തൂവലുകൾ. ആ കുഞ്ഞിക്കിളി വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നതായി അതിൻ്റെ ഹൃദയമിടിപ്പിൽ നിന്നും അയാൾക്ക് മനസ്സിലായി. രണ്ട് കൈകൊണ്ടും തല മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ പൊതിഞ്ഞു പിടിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ ആ പക്ഷിക്കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മരത്തിൽ ചാരി കണ്ണുകളടച്ച് അയാളിരുന്നു. അധികം പുരോഗമനം വന്നിട്ടില്ലാത്ത സർക്കാർ ആശുപത്രിയിലെ പ്രസവമുറിയുടെ മുന്നിലൂടെ അയാളുടെ മനസ്സ് സഞ്ചരിച്ചു. പ്രസവമുറിയുടെ വാതിൽ തുറന്ന് പുറത്തു വന്ന നഴ്സ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വച്ചു തരുന്നു. പെൺകുഞ്ഞാ, നഴ്സ് പറഞ്ഞു. പക്ഷേ താനത് കേട്ടില്ലായിരുന്നു. താൻ ആ കുഞ്ഞിനെ മാറോട് ചേർത്തപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ കുഞ്ഞി കവിളുകളിൽ പതിച്ചു. തൻ്റെ സന്തോഷ കണ്ണുനീർ. സന്തോഷിച്ചത് തങ്ങൾ മാത്രമല്ല, മകളുടെ സന്തോഷങ്ങൾക്കും ഒരു കുറവും വരുത്തിയില്ല. പാട്ടും ചിരിയും കളിയുമൊക്കെയായി അവൾ മെല്ലെ വളർന്നു. അതിനിടയിൽ തങ്ങൾക്കുണ്ടായ കഷ്ടതകളൊന്നും അവളെ അറിയിച്ചില്ല. തങ്ങൾക്ക് മാത്രമല്ല, നാട്ടുകാർക്കും പ്രിയപ്പെട്ടവളായി അവൾ വളർന്നു. കൗമാരകാലത്ത് അവളുടെ സ്വഭാവത്തിൽ അസാധാരണത്വം വന്നു നിറയാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ തൻ്റെ ഭാര്യ അവളെ ചോദ്യം ചെയ്തു. ആദ്യ ചോദ്യം ചെയ്യലിൽ അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മകളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭാര്യയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടുമുള്ള ചോദ്യം ചെയ്യലിൽ മകൾ സമ്മതിച്ചു, ഒരുവൻ അവളുടെ മനസ്സ് കവർന്നിരിക്കുന്നു. ഭാര്യ പൊട്ടിത്തെറിച്ചു, പിന്നെ പൊട്ടിക്കരഞ്ഞു. ശാസനകൾക്കും ഉപദേശങ്ങൾക്കും ഒടുവിൽ അവൾ സമ്മതിച്ചു, താനിനി പഠിത്തത്തിലല്ലാതെ മറ്റൊന്നിലും ശ്രദ്ധിക്കില്ല എന്ന്. രണ്ടുപേരും തന്നിൽ നിന്നും എല്ലാം മറച്ചു വച്ചു. ഒരുപക്ഷെ താനിതറിഞ്ഞാൽ തകർന്നു പോകുമെന്ന് ഭയന്നിട്ടാകണം. ഒന്നും താൻ അറിഞ്ഞില്ല. മകളുടെ 18-ാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുവാൻ താനും ഭാര്യയും തീരുമാനിച്ചു. 18-ാം പിറന്നാൾ മകൾക്കൊരു സർപ്രൈസ് ആകണം. ഇതുവരെ ഇല്ലാത്ത വിധമാകണം ആഘോഷം. അവൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ വാങ്ങി അവൾ അറിയാതെ തങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു. ആഘോഷങ്ങൾക്കുള്ള സാധനങ്ങൾ അവൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ സംഘടിപ്പിച്ചു. പിറന്നാളിൻ്റെ അന്ന് പതിവ് പോലെ മകൾ കോളേജിൽ പോയി. അതിനുശേഷം താനും ഭാര്യയും വീട് നന്നായി അലങ്കരിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചു. അവൾക്ക് മുറിക്കാൻ മനോഹരമായൊരു കേക്ക് വാങ്ങി വെച്ചു. കോളേജിൽ നിന്നും മടങ്ങി വരുന്ന മകൾ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെടണം. അത് മനസ്സിൽ കണ്ട് തങ്ങൾ പരസ്പരം ചിരിച്ചു. തൻ്റെ 18-ാം പിറന്നാൾ ദിനം ഒരുപക്ഷെ തങ്ങൾക്ക് മുമ്പേ കണക്കുകൂട്ടി വച്ചിരുന്നത് മകളായിരുന്നിരിക്കണം. തങ്ങൾ ഒരുക്കിയതിനേക്കാൾ വലിയ സർപ്രൈസ് തങ്ങൾക്കായി മകൾ ഒരുക്കിയിരുന്ന വിവരം തങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഒരു കിളിയുടെ അസാധാരണമായ ചിലയ്ക്കലും ചിറകടിയൊച്ചയും അയാളെ പരിസരബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒരു കിളി ആവലാതിയോടെ തനിക്ക് ചുറ്റും ശബ്ദമുണ്ടാക്കി പറക്കുകയാണ്. തന്നെ ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിക്കിളിയുടെ അമ്മക്കിളിയായിരിക്കാം. തൻ്റെ കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ അമ്മക്കിളി കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയല്ലേ? തങ്ങളുടെ മക്കൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തോന്നിയാൽ അവരെ രക്ഷിക്കുവാനും നേർവഴിക്ക് നയിക്കുവാനും ശ്രമിക്കും. അതിനായി അവർ പല മാർഗങ്ങളും സ്വീകരിച്ചെന്നിരിക്കും. മകൾ കോളേജിൽ നിന്നും മടങ്ങി വരുന്ന സമയം കഴിഞ്ഞു. മകൾ എത്തിയില്ല. സന്ധ്യയായിട്ടും മകളെ കണ്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടി കിട്ടി. മകളുടെ സന്തോഷം കാണാൻ കാത്തിരുന്ന തങ്ങളിൽ ആധി നിറഞ്ഞു തുടങ്ങി. മകളുടെ കൂട്ടുകാരികളെ വിളിച്ചന്വേഷിച്ചു. ഇന്നവളെ കണ്ടില്ല, അവൾ നേരത്തെ പോയി എന്നിങ്ങനെ ഉത്തരം കിട്ടി. പക്ഷേ മകൾ എവിടെയെന്നതിനുള്ള ഉത്തരം മാത്രം കിട്ടിയില്ല.
രാത്രിയായിട്ടും ഒരു വിവരവും കിട്ടാതായപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുവാൻ തീരുമാനിച്ചു. സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഭാര്യ പറഞ്ഞു, മുമ്പ് അവൾക്കൊരുത്തനുമായി അടുപ്പമുണ്ടായിരുന്നു. ആ പുതിയ അറിവിൽ താനും നുലഞ്ഞു. എന്നിട്ടെന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഞാനവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് അവൾ എനിക്ക് വാക്ക് തന്നു. ആരാ? എവിടെയുള്ളതാ? എനിക്കറിയില്ല. അവളെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞതിനാൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പിന്നീട് അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. താൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. പോലീസിൽ പരാതി നൽകി. അന്വേഷിക്കാം എന്നവർ പറഞ്ഞു. മടങ്ങി വീട്ടിലെത്തുമ്പോൾ ഭംഗിയായി അലങ്കരിച്ച സ്വീകരണമുറി തങ്ങളെ നോക്കി പരിഹസിക്കുന്നതായി തോന്നി. മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അവളുടെ ഇഷ്ടഭക്ഷണങ്ങൾ തങ്ങളെ നോക്കി ആർത്ത് ചിരിക്കുന്നതായി തോന്നി. ബന്ധുവീടുകളിലും പരിസരങ്ങളിലും അന്വേഷണം, അലച്ചിൽ, ഉറക്കമില്ലാത്ത ഒരു രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തന്നെ വിവരം തിരക്കാനായി ഇവിടെ വരെ വരണമെന്നില്ല. മകൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അന്വേഷിക്കൂ. ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് മടക്കി. അന്വേഷിച്ചു. സാധ്യതയുള്ളിടത്തും അല്ലാത്തിടത്തും. 2-ാം ദിവസവും കടന്നുപോയി. 3-ാം നാൾ വൈകുന്നേരത്തോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളി വന്നു. മകളെ കണ്ടെത്തിയിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് വരിക. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടെന്ന പോലെയായിരുന്നു തങ്ങൾ സ്റ്റേഷനിലേക്ക് പോയത്. മകൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷ പരമോന്നതിയിലെത്തിയിരുന്നു. അക്ഷമയോടെയുള്ള കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം SIയുടെ മുറിയിലേക്ക് തങ്ങളെ വിളിപ്പിച്ചു. SI സൗമ്യതയോടെ ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഇരിക്കാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ മകൾ എവിടെ സാർ? അവൾക്ക് എന്താ സംഭവിച്ചത്? തൻ്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. ഒക്കെ പറയാം, നിങ്ങളിരിക്കൂ, SI വീണ്ടും പറഞ്ഞു. ഇരുന്നാലേ അയാൾ പറയൂ എന്ന് തോന്നിയതിനാൽ അയാൾക്ക് മുന്നിലുള്ള കസേരയിൽ തങ്ങളിരുന്നു. ഇനിയെങ്കിലും പറയൂ സാർ, എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? ഭാര്യ കരയുകയായിരുന്നു. SI പറഞ്ഞു തുടങ്ങി. ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക. നിങ്ങളുടെ ചെറുപ്പകാലം പോലെ അല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാലം. പുതിയ കാലം, പുതിയ സാഹചര്യങ്ങൾ, പുതിയ നിയമങ്ങൾ. 2 ചെറുപ്പക്കാർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവർ പ്രായപൂർത്തിയായവരാണെങ്കിൽ അതിൽ ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. മാറിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ മകളെവിടെ? താൻ അസ്വസ്ഥനായി. മകളിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. പക്ഷേ ശാന്തമായ മനസ്സോടെ മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. SI ഒരു പോലീസുകാരനെ വിളിച്ച് അവരെയും കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവരോ? അതാരാ? തൻ്റെ ഉള്ളിൽ തീയാളി. പോലീസുകാരൻ തിരികെ വന്നപ്പോൾ അയാളുടെ കൂടെ 22 or 23 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. മോഡേൺ വസ്ത്രധാരണം, അധികം വണ്ണമില്ലാത്ത ശരീരപ്രകൃതി, അലസമായി കിടക്കുന്ന തലമുടി, കൂസലില്ലാത്ത ഭാവം. അവന് പുറകിലായി അവനോട് ഒട്ടിച്ചേർന്നൊരു പെൺകുട്ടി, തൻ്റെ മകൾ. തൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. എടീ! ഭാര്യ ചാടി എഴുന്നേറ്റപ്പോൾ SI തടഞ്ഞു. അവിടെ ഇരിക്കണം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സമാധാനമായി കൈകാര്യം ചെയ്യണമെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തരിച്ചിരുന്നു. ഇതുതന്നെയാണല്ലോ നിങ്ങളുടെ മകൾ? ഉറപ്പ് വരുത്താനെന്ന രീതിയിൽ SI ചോദിച്ചു. അതെ. ഭാര്യ പൊട്ടിക്കരയുകയായിരുന്നു. കുറച്ച് ദൂരെ ഒരു വാടക വീട്ടിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കുറേ കാലമായി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. ഒരുമിച്ച് ജീവിക്കുവാൻ നിങ്ങളുടെ മകൾക്ക് 18 വയസ്സ് തികയുവാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർ. ഞങ്ങളിവൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു. അവർ ഇവനെ ഉപേക്ഷിച്ച മട്ടാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ഇവരെന്ത് ചെയ്യണം? SI തൻ്റെ മുഖത്തേക്ക് നോക്കി. സാറേ, ഞങ്ങൾക്ക് ആണും പെണ്ണുമായി ഇവളൊരാളേ ഉള്ളൂ. ഇവളുടെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾക്കും ചില സങ്കല്പങ്ങളുണ്ട്. ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ട പക്വത അവൾക്കായിട്ടില്ല. ഈ ബന്ധം അംഗീകരിക്കാനാകില്ല സാറേ. ഇവർ ഇപ്പോൾ കാണിക്കുന്നത് പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരികെ വേണം സാറേ. താൻ SIക്ക് മുന്നിൽ തളർന്നിരുന്നു. പ്രണയകാലവും അത് കഴിഞ്ഞുള്ള കുടുംബജീവിതവും തമ്മിലുള്ള വ്യത്യാസവും സങ്കീർണതകളും SI അവരോട് ലളിതമായും വിശദമായും വിവരിച്ചു. മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സഹനങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആകുലതകൾ എല്ലാം അയാൾ വിവരിച്ചു. കുറേ നേരത്തെ വിശദീകരണത്തിന് ശേഷം അയാൾ മകളോട് ചോദിച്ചു. വീട്ടുകാർ അവരുടെ നിലപാട് വ്യക്തമാക്കി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനി തീരുമാനം കുട്ടിയുടേതാണ്. വീട്ടുകാരോടൊപ്പം പോകുന്നോ അതോ ഇവനോടൊപ്പം പോകുന്നോ?
ചോദ്യം അവസാനിക്കും മുമ്പേ മകൾ ഉത്തരം പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഞാൻ ചേട്ടൻ്റെ കൂടെയേ പോകൂ. അവൾ അവനിലേക്ക് കൂടുതൽ അടുത്തു നിന്നു. ഭാര്യ പൊട്ടിത്തെറിച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. മകളോട് കെഞ്ചി എല്ലാം ഉപേക്ഷിച്ച് തങ്ങളോടൊപ്പം വരണമെന്ന്. പക്ഷേ മകൾ അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, മകൾ പ്രഖ്യാപിച്ചു. ഭാര്യ എന്തൊക്കെയോ പുലമ്പിക്കരഞ്ഞുകൊണ്ടിരുന്നു. തനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടാവില്ല. തൻ്റെ ഉറച്ച നിലപാട് താൻ വ്യക്തമാക്കി. മാറി വരുന്ന യുവാക്കളുടെ ചിന്താഗതിയെയും ജീവിത രീതികളെയും കുറിച്ച് SI തങ്ങളോട് സംസാരിച്ചു. അതനുസരിച്ച് നമുക്കും ചില മാറ്റങ്ങൾ വേണമെന്നും കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെ അംഗീകരിക്കേണ്ടി വരുമെന്നും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. പക്ഷേ തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ രണ്ടു കൂട്ടരും തയ്യാറല്ലായിരുന്നു. ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം താൻ കാമുകനോടൊപ്പം പോവുകയാണെന്ന് എഴുതി കൊടുത്ത് മകളും അവളുടെ കാമുകനും സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ഒപ്പം തൻ്റെ മനസ്സിൽ നിന്നും. തലയിൽ എന്തോ ശക്തമായി വന്നിടിച്ചപ്പോൾ അയാൾ തല ഉയർത്തി നോക്കി. അമ്മക്കിളി തൻ്റെ കുഞ്ഞിനെ കൈവശപ്പെടുത്തിയവനെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയാണ്. കൂടെ മറ്റൊരു കിളിയുമുണ്ട്. അച്ഛനാകാം. മനുഷ്യരായാലും മൃഗമായാലും പക്ഷിയായാലും തൻ്റെ മക്കൾ അപകടത്തിലാണെന്നറിയുമ്പോൾ നെഞ്ചു പിടയും. ആ പിടച്ചിൽ മക്കൾക്ക് മനസ്സിലാകണമെന്നില്ല. തുടർന്നുള്ള തങ്ങളുടെ ജീവിതം ഏകാന്തത നിറഞ്ഞതായിരുന്നു. രണ്ടുപേർ ഒരു വീട്ടിൽ അപരിചിതരെ പോലെ. ആണും പെണ്ണുമായി ആകെ ഉണ്ടായിരുന്ന ഓമനിച്ച് വളർത്തിയ ഏക മകൾ തങ്ങളെ തള്ളിപ്പറഞ്ഞ് മറ്റൊരുവൻ്റെ കൈപിടിച്ച് അകന്നു പോയത് തങ്ങൾക്ക് വല്ലാത്ത ആഘാതമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. തങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് പതിയെ മടങ്ങി വരാൻ തുടങ്ങി. ഭാര്യ പലപ്പോഴും ആരോടോ രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നതും തൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ കാൾ കട്ട് ചെയ്യുന്നതും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും താനത് കാര്യമാക്കിയില്ല. ഒരു വൈകുന്നേരം TV കണ്ടിരിക്കുന്നവരിൽ ഭാര്യ പറഞ്ഞു, അതേ അവൾക്ക് വിശേഷമുണ്ടെന്ന്. ഏവൾക്ക്? നമ്മുടെ മോൾക്ക്. അതും പറഞ്ഞ് ഭാര്യ തൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. തൻ്റെ മനസ്സിലേക്ക് ഇരമ്പി വന്ന സന്തോഷം പെട്ടെന്ന് കെട്ടടങ്ങി. അതിന്? തൻ്റെ ശബ്ദം ദേഷ്യം കലർന്നിരുന്നു. അറിഞ്ഞത് പറഞ്ഞതാ. നീ എങ്ങനെ അറിഞ്ഞു? നീ അവളെ വിളിക്കാറുണ്ടോ? ഞാനങ്ങ് വിളിക്കാറില്ല. ആ പറഞ്ഞത് കള്ളമാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും തനിക്ക് ബോധ്യപ്പെട്ടെങ്കിലും താനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഭാര്യ രഹസ്യമായി ഫോൺ ചെയ്തിരുന്നത് മകളെയാണെന്ന് തനിക്ക് മനസ്സിലായി. പിന്നീട് രണ്ടുപേരും അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാര്യയുടെ പതിവില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് തന്നിൽ നിന്നും എന്തോ സാധിക്കാനുണ്ടെന്ന് തോന്നി. ആ തോന്നൽ ശരിയായിരുന്നു. ഭാര്യ പതിയെ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് മോളെ ഒന്ന് കാണുമെന്ന് തോന്നുന്നു. ഏത് മോളെ? തൻ്റെ ശബ്ദം കനത്തു. ഇതെന്ത് ചോദ്യം? നമുക്കൊരു മോളല്ലേ ഉള്ളൂ. നമുക്കൊരു മോൾ ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇങ്ങനൊന്നും പറയാതെ. അവളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് പറ്റി എന്ന് കരുതി നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൾ കുട്ടിയല്ലേ. കുട്ടികൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ അവൾ ചെയ്തത്? അവൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്താൻ അവസരം കൊടുത്തില്ലേ? സ്റ്റേഷനിൽ വെച്ച് ആ പോലീസുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് നീ അവളുടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ തിരികെ വരാൻ? അവൾ അവളുടെ തെറ്റ് തിരുത്താൻ തയ്യാറായോ? 18 വർഷവും എത്ര ലാളിച്ച, എത്ര സ്നേഹിച്ചാ നമ്മളവളെ വളർത്തിയത്. നമുക്ക് നേരെ നിന്ന് എതിർക്കുവാനുള്ള കരുത്തും അറിവും അഴകും അവൾക്കുണ്ടായത് 18 വർഷം നമ്മൾ അനുഭവിച്ച പലവിധ വിഷമതകളിൽ നിന്നാണെന്ന് അവൾ മനസ്സിലാക്കിയോ? നമ്മുടെ മോളാണത്രേ, നമ്മുടെ മോൾ. ഞാൻ അവളുടെ അമ്മയല്ലേ? ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഞാൻ അവളുടെ അച്ഛനല്ലേ? താൻ വാദിച്ചു. ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതല്ലേ? പെറ്റ വയറിൻ്റെ തുടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഭാര്യയുടെ ചുണ്ടുകൾ വിതുമ്പി. എല്ലാ അമ്മമാരും പറയുന്നതാണ് 10 മാസം വയറ്റിൽ ചുമന്ന കഥ. എന്നാൽ ഈ പറയുന്ന അമ്മമാരോ മക്കളോ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്നത് അമ്മയുടെ വയറ്റിൽ മാത്രമല്ല, അച്ഛൻ്റെ മനസ്സിൽ കൂടിയാണ്. കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുന്നതിനോടൊപ്പം അച്ഛൻ്റെ മനസ്സിലും വളരുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അമ്മ അനുഭവിച്ചറിയുമ്പോൾ അച്ഛൻ മനസ്സിലറിയുന്നു. ഗർഭാവസ്ഥയിൽ ഭാര്യയ്ക്കുണ്ടാകുന്ന ഓരോ വിഷമതകളും ഭർത്താവിൻ്റെ ദുഃഖമാണ്. പല ഭർത്താക്കന്മാരും പുറത്ത് കാണിക്കില്ലെന്ന് മാത്രം. പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണം
പിന്നെ കുഞ്ഞിൻ്റെ വളർച്ച, വിദ്യാഭ്യാസം, വസ്ത്രം, കുഞ്ഞിൻ്റെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റൽ തുടങ്ങി ദൈനംദിന കാര്യങ്ങൾ വരെ ഓരോ ശരാശരി അച്ഛൻ്റെയും ബാധ്യതയാണ്. അമ്മമാർക്ക് പറയാൻ 10 മാസത്തെ കഥയുണ്ടെങ്കിൽ അച്ഛന്മാർക്ക് പറയാൻ നീണ്ട വർഷങ്ങളുടെ കഥകളുണ്ടാകും. അധികം അച്ഛന്മാരും അതിന് കണക്ക് പറയാറില്ല. കാരണം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണെന്ന് അവർ കരുതുന്നുണ്ടാകില്ല. പിന്നെ ഭാര്യ മിണ്ടിയില്ല. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് ഒരു നാൾ ഭാര്യ വീണ്ടും കുറുകി, അതേ, നമ്മുടെ മോളെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ? വേണ്ട. തൻ്റെ ഉത്തരം ഉറച്ചതായിരുന്നു. അവൾക്കിത് മാസം 7. നാട്ടു നടപ്പനുസരിച്ച് അവൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കേണ്ട സമയമാണ്. നാട്ടു നടപ്പനുസരിച്ചല്ലല്ലോ അവൾ ജീവിക്കുന്നത്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഭാര്യ വിടാനുള്ള ഭാവമില്ല. അവൾ ചെറുപ്പമല്ലേ, പിന്നെ ആദ്യത്തേതും. അവൾക്ക് അതിനെക്കുറിച്ചൊന്നും ധാരണയുണ്ടാകില്ല. അമ്മയെന്ന നിലയിൽ ഞാനല്ലേ അവളെ ശുശ്രൂഷിക്കേണ്ടത്? നീ അവളുടെ അമ്മയാണെന്ന ചിന്ത അന്ന് അവൾക്കുണ്ടായില്ലല്ലോ. ഇനിയും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. മകളെ കാണാൻ പോകാൻ പറ്റാത്തതിൽ ഭാര്യയ്ക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. കുറച്ചു നാൾ പിണക്കി നടന്നിട്ടും തന്നിൽ മാറ്റമില്ലെന്ന് കണ്ട ഭാര്യ ആ ശ്രമം ഉപേക്ഷിച്ചു. ഒരു ദിവസം ഭാര്യ വളരെ സന്തോഷത്തോടെ ഓടി വന്ന് പറഞ്ഞു, അതേ, നിങ്ങളൊരു അപ്പൂപ്പനായി. താൻ അവളെ സൂക്ഷിച്ചു നോക്കി. നമ്മുടെ മോൾ പ്രസവിച്ചു, ആൺകുഞ്ഞ. ഭാര്യ ആഹ്ലാദത്തിലാണ്. തൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിലും സന്തോഷമുണ്ടായി. പക്ഷേ തന്നെ നിയന്ത്രിച്ചത് നിർവികാരതയാണ്. നമുക്ക് കുഞ്ഞിനെ കാണാൻ പോകണ്ടേ? ഭാര്യ അത്യുത്സാഹത്തിലാണ്. താൻ താല്പര്യമില്ലാത്തതുപോലെ തിരിഞ്ഞിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഭാര്യ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒരു നാൾ രാവിലെ താൻ കണ്ടത് എങ്ങോട്ടേക്കോ പോകാനായി ഒരുങ്ങുന്ന ഭാര്യയാണ്. എങ്ങോട്ടേക്കാണെന്ന് താൻ ചോദിച്ചു. ഇന്ന് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ്, ഞാൻ അങ്ങോട്ടേക്കാണ്, അവൾ ഭാവഭേദമന്യേ പറഞ്ഞു. നമ്മളെ വേണ്ടെന്ന് വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവളുടെ അടുത്തേക്കാണോ നീ പോകുന്നത്? ഞാനവളെ 10 മാസം ചുവന്ന് പ്രസവിച്ചതല്ലേ, എനിക്കവളെ തള്ളിക്കളയാനാവില്ല. നിങ്ങളുടെ മനസ്സ് കല്ലാണ്. ഭാര്യ ചെറുത്ത് നിൽപ്പിന് തയ്യാറെടുക്കുകയാണ്. 10 മാസത്തെ കണക്ക് ആവർത്തിച്ച് കേട്ട് ആ വാചകത്തിൻ്റെ പവിത്രത തന്നെ നഷ്ടമാകുന്നു എന്ന് എനിക്ക് തോന്നി. നീ അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, താൻ തീർത്ത് പറഞ്ഞു. ഞാൻ പോകും. മാത്രമല്ല, കുഞ്ഞിനായി ചിലതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഞാനത് ചടങ്ങിൽ കുഞ്ഞിനെ അണിയിക്കുകയും ചെയ്യും. ഭാര്യ തീരുമാനിച്ചുറച്ച മട്ടിലാണ്. അവളൊരു പൊതി എൻ്റെ മുന്നിലേക്ക് വെച്ചു. താനത് തുറന്നു നോക്കി. കുഞ്ഞിനെ അണിയിക്കാനുള്ള ആഭരണങ്ങൾ. താൻ ആ ആഭരണങ്ങളിലൂടെ വിരലോടിച്ചപ്പോൾ തൻ്റെ വിരലുകൾ വിറച്ചു. ഒരു കുഞ്ഞായി കഴിയുമ്പോൾ വീട്ടുകാർ സഹകരിച്ചു തുടങ്ങും എന്ന വിശ്വാസമാണ് സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുവാൻ ഓരോ കമിതാക്കളെയും പ്രേരിപ്പിക്കുന്നത്. നമ്മളും അതേ വഴിയിൽ ചെന്ന് നിൽക്കരുത്. താൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയണ്ട, എനിക്ക് എൻ്റെ മോളുടെ കാര്യം അറിഞ്ഞാൽ മതി. ഇതുവരെ നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ. ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. മാത്രമല്ല, ചടങ്ങ് കഴിഞ്ഞ് ഞാനവരെ കൂട്ടിക്കൊണ്ട് വരും. എങ്ങോട്ട്? ഇങ്ങോട്ട്, ഈ വീട്ടിലേക്ക്. നമുക്കുള്ളതെല്ലാം നമ്മുടെ കാലശേഷം അവൾക്കല്ലേ. സ്വന്തമായി വീടുള്ളപ്പോൾ അവരെന്തിന് വാടക വീട്ടിൽ കിടക്കണം? ആ കുഞ്ഞ് വളരേണ്ടത് വാടക വീട്ടിലല്ല, ഈ വീട്ടിലാണ്. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാകില്ല. അങ്ങനൊന്നും പറയാതെ. ആ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറും. വാദപ്രതിവാദങ്ങളിലൂടെ രണ്ടുപേരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. പോകാൻ നേരം ഭാര്യ പറഞ്ഞു, ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരുമായി എത്തും. നിങ്ങളിവിടെ തന്നെ കാണണേ. കൊച്ചുമോൻ ആദ്യമായി സ്വന്തം വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കാൻ അപ്പൂപ്പൻ വേണ്ടേ? ഈ വീട്ടിൽ ഒന്നുകിൽ നീയും ഞാനും മാത്രം, അല്ലെങ്കിൽ നീയും നിൻ്റെ മകളും കുടുംബവും മാത്രം. അതേ ഇനി ഉണ്ടാകൂ. താൻ പറഞ്ഞത് അവൾ അത്ര കാര്യമാക്കിയില്ല. മകൾ ഉപയോഗിച്ചിരുന്ന മുറി വൃത്തിയാക്കി സാധനങ്ങൾ അടുക്കി ഒതുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ അവൾ തീരുമാനിച്ചുറച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. തൻ്റെ ശരീരമാകെ ഒരു ഉഷ്ണം പടരുന്നതായി തോന്നി. 18 വർഷം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെക്കാൾ കുറച്ചു കാലം മാത്രം ഇടപഴകിയിട്ടുള്ള ഒരാൾ പ്രധാനമെന്ന് പറഞ്ഞു പോയ മകളോടൊപ്പമുള്ള ജീവിതം ആലോചിച്ചപ്പോൾ തനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. മകളോടുള്ള വാത്സല്യവും സ്നേഹവുമൊക്കെ എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ മനസ്സിൽ അവൾ അന്നേ മരിച്ചിരുന്നു. ഭാര്യ പറഞ്ഞത് ശരിയാണ്. തൻ്റെ മനസ്സ് മകളുടെ കാര്യത്തിൽ കല്ലായി മാറിയിരിക്കുന്നു. ഇനി അതിനൊരു മാറ്റമുണ്ടാകില്ല.
ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ആരെന്ന് തെളിയിക്കുന്ന ചില രേഖകൾ മാത്രം കയ്യിലെടുത്ത് വീട് പൂട്ടി റോഡിലേക്ക് ഇറങ്ങി. അന്ന് തുടങ്ങിയ അലച്ചിൽ ഇന്നും തുടരുന്നു, ആരുമായും ഒരു ബന്ധവുമില്ലാതെ. കിളികൾ ചിലച്ചുകൊണ്ട് നിർത്താതെ അയാൾക്ക് ചുറ്റും പറന്നുകൊണ്ടിരുന്നു. അയാൾ പക്ഷിക്കുഞ്ഞിനെ തലോടി. പിന്നെ എഴുന്നേറ്റ് ആ കുഞ്ഞു പക്ഷിയെ അതിൻ്റെ കൂട്ടിൽ വച്ചു. അനന്തരം അയാൾ തിരിഞ്ഞു നടന്നു. അല്പം നടന്ന ശേഷം തിരിഞ്ഞു നോക്കി അയാൾ കണ്ടത് അമ്മക്കിളിയും അച്ചൻകിളിയും കൊക്കും ചിറകുമുരസി കുഞ്ഞിക്കിളിയെ ലാളിക്കുന്നതാണ്. ചുണ്ടിൽ വിരിഞ്ഞു വന്ന പുഞ്ചിരി മായ്ച്ചു കളയാതെ അയാൾ തിരിഞ്ഞു നടന്നു.